റെയിൻകോട്ടാണ് എന്നെ ശരിക്കും ഈ ബേസ് ഐഡിയയിലേക്ക് ഇൻസ്പയർ ചെയ്തത്. മെമ്മറീസിനെ പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു ക്രോണോളജിയിലല്ല. കഥ വായിച്ചപ്പോഴായിരുന്നോ ഇങ്ങനെ ഒരു തോട്ട് വന്നത്? ശരിക്കും സിനിമയിലാണ് എനിക്ക് ഈ തോട്ട് വന്നത്. റെയിൻകോട്ടിൽ നിന്നാണ് എനിക്ക് ഈ തോട്ട് വന്നത്. അതിനുശേഷമാണ് ഞാൻ കഥ വായിച്ചത്. പിന്നെ നമ്മൾ റെയിൻകോട്ടിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ലൂക്കയുടെ കേസിൽ ടൊവിനോ ഒന്ന് കൂതറ 7th ഡേ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ടൊവിനോ ബിഗർ സ്റ്റാർ പോലും ആയിട്ടില്ല. ലൂക്കയെ സംബന്ധിച്ച് ഞാൻ ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ലിറ്ററലി ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ്. എല്ലാത്തരം സിനിമകളും കാണും, എല്ലാത്തരം സിനിമകളും ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ആനിമേഷൻ, ആക്ഷൻ ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ജോണേഴ്സ്. ഹലോ എവ്രിവൺ, മിണ്ടിയും പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ സംവിധായകൻ അരുൺ ബോസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ. ഹായ് ചിത്ര. സാറിനോട് ഇപ്പൊ മിണ്ടിയും പറഞ്ഞതിനേക്കാളും കൂടുതൽ നമുക്ക് ലൂക്ക, അത് കഴിഞ്ഞ് മാരിവില്യൻ ഗോപുരങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പൊ മിണ്ടിയും പറഞ്ഞു, 3 സിനിമ. ലൂക്കയുടെ സംവിധായകൻ എന്നാണല്ലോ ഇപ്പോഴും എല്ലാവരും. തീർച്ചയായിട്ടും ലൂക്കയാണ് എൻ്റെ ഡെബ്യൂ ഫിലിം, ലൂക്കയാണ് എൻ്റെ ഐഡന്റിറ്റി, ലൂക്കയുടെ സംവിധാനം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. മിണ്ടിയും പറഞ്ഞു ഇപ്പൊ നന്നായിട്ട് ഒരു നല്ല രീതിയിൽ റിസപ്ഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോഴേ എന്ത് ഇത്ര പെട്ടെന്ന് തീർന്നത് എന്നുള്ള, കാരണം നമ്മൾ ഡ്യൂറേഷൻ കുറച്ച് കുറഞ്ഞു പോയോ? ചെറിയ സിനിമയാണ്. 145 മിനിറ്റ്സിനടുത്താണ് ഡ്യൂറേഷൻ ഉള്ളൂ പടത്തിന്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഡ്യൂറേഷൻ അതേ ഉള്ളൂ. നമ്മളൊരു ചെറുകഥയിൽ നിന്ന്, ഓ ഹെൻറിയുടെ ഗിഫ്റ്റ് ഓഫ് ദ മെജെ എന്ന് പറയുന്നൊരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഹിന്ദി ഫിലിം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി ഫിലിം, ഒരു ബംഗാളി ഫിലിം മേക്കറാണ്. പേര് ഇനി പറഞ്ഞതിന് കുഴപ്പമില്ല, റെയിൻകോട്ട് എന്നാണ് സിനിമയുടെ പേര്. സംവിധായകന്റെ പേര് ഋതുപർണ ഘോഷ്. അപ്പോൾ അജയ് ദേവ്ഗണും ഐശ്വര്യ റായും അഭിനയിച്ച റെയിൻകോട്ടാണ് എന്നെ ശരിക്കും ഈ ബേസ് ഐഡിയയിലേക്ക് ഇൻസ്പയർ ചെയ്തത്. റെയിൻകോട്ട് പോലൊരു സിനിമ, റെയിൻകോട്ട് പോലെ ഞാൻ ആ സിനിമ മിണ്ടി പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ എലിമെന്റിലൊരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ സിനിമ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇത്. അപ്പോൾ റെയിൻകോട്ട് ഒറിജിനലി ഗിഫ്റ്റ് ഓഫ് ദ മെജയാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ ഷോർട്ട് സ്റ്റോറി, ഓഹൻറിയുടെ ഷോർട്ട് സ്റ്റോറി എടുത്ത് വളരെ റൂട്ടഡ് ആയിട്ടുള്ള, ഏതൊരു മലയാളിക്കും കണക്റ്റ് ആവുന്ന, നമ്മളിലൊരാളെന്ന് തോന്നുന്ന, നമ്മൾ രണ്ടുപേരും തോന്നുന്ന കഥാപാത്രങ്ങൾ. സനലും ലീനയും. സനൽ ഒരു ദുബായ് ബേസ്ഡ് ഓൺട്രപ്രണറാക്കി ലീനനെ ചെറുതോണിയിൽ ജീവിക്കുന്ന, വണ്ടമേട സ്ഥലത്ത് ജീവിക്കുന്ന വളരെ സാധാരണക്കാരിയായ ഒരു ഹൈ റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള ഒരു പ്രണയമാക്കി മാറ്റിയെടുത്തു. ഇതിന് റെയിൻകോട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒറിജിനൽ ഓ ഹെൻറി ഷോർട്ട് സ്റ്റോറി ആയിട്ടും കഥാപരമായിട്ട് യാതൊരു ബന്ധവും. കഥ വായിച്ചപ്പോഴായിരുന്നോ ഇങ്ങനെ ഒരു തോട്ട് വന്നത്? ശരിക്കും സിനിമയിലാണ് എനിക്ക് തോട്ട് വന്നത്. റെയിൻകോട്ടിൽ നിന്നാണ് എനിക്ക് തോട്ട് വന്നത്. അതിനുശേഷമാണ് ഞാൻ കഥ വായിക്കുന്നത്. പിന്നെ നമ്മൾ റെയിൻകോട്ടിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. റാദർ ഒറിജിനൽ ഓഹൻറിയുടെ ഗിഫ്റ്റ് ഓഫ് ദ മെജയുടെ ബേസിക് ഐഡിയ എടുത്തിട്ട് അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്നാൽ അതിൻ്റെ ഒരു എൻഡിലൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, എൻഡിലൊരു പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഈ കപ്പിളിൻ്റെ ഇടയ്ക്ക്, സാക്രിഫൈസ്. അപ്പോൾ അതിനെ എലിവേറ്റ് ചെയ്തുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കഥ വർക്ക് വരുന്നത്. ഇപ്പോൾ ഈ അരുൺ ബോസ് ചിത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പ്രണയം, ഇപ്പം ജീത്തു ജോസഫ് സാറിനെ എടുത്ത അതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രണയമാണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ പ്രണയകഥകൾ അല്ലെങ്കിൽ അത് ചെയ്യാനാണോ കുറച്ചുകൂടി ഇഷ്ടം? പ്രണയം എന്ന് ഞാൻ പറയില്ല, എനിക്ക് റിലേഷൻഷിപ്പ് ഡ്രാമാസ് പൊതുവെ എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇപ്പം ഇതിൽ തന്നെ ഞാൻ കൂടുതൽ കാണുന്ന ഒരുപക്ഷെ ആക്ഷൻ ഫിലിമുകളായിരിക്കും. ഓക്കെ. അല്ല, ഇപ്പൊ ലൂക്ക എടുത്താലും മാരിവില്യൻ ഗോപുരങ്ങൾ എടുത്താലും ഇന്ത്യയും പറഞ്ഞു എടുത്താലും ഇതിന്റെയൊക്കെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞാൽ എല്ലാത്തരം സിനിമകളും കാണും, എല്ലാത്തരം സിനിമകളും ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ആനിമേഷൻ, ആക്ഷൻ ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ജോണേഴ്സ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഇതോടൊപ്പം തന്നെ ഈ ആൺ പെൺ റിലേഷൻഷിപ്സ്, അത് കമിതാക്കളുടെ ഇടയ്ക്കിലാവാം, ലവേഴ്സിൻ്റെ ഇടയ്ക്കാവാം, അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഇടയ്ക്കാവാം, അല്ലെങ്കിൽ ജസ്റ്റ് അക്വൈൻറ്റൻസ് ആവാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്സ്, ഈ ഒരു ഡൈനാമിക്സ്, അത് രസകരമായിട്ട് സിനിമകൾ കാണുന്ന ആളും അത് വാച്ച് ചെയ്യുന്ന ആളും ഇന്നും പറഞ്ഞു തീരാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റാണത്. സിനിമ ഒന്നാലോചിച്ച് നമുക്ക്, ആണും പെണ്ണും ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന 2 രീതിയിലാണ്. ഒരേ സിറ്റുവേഷനെ, അതിപ്പം കപ്പിൾസിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ നല്ല ഫൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡൈനാമിക്സ് എത്രയോ വർഷങ്ങളായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് എത്ര ഫോമിൽ, ആർട്ട് ഫോം, സിനിമ അല്ലാത്ത ആർട്ട് ഫോമിലും ബുക്കുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഡീൽ ചെയ്ത് പോകണം. ഇന്നും തീരാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പല പല വേരിയേഷൻസ് വർക്ക് ചെയ്യാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഞാനത് എഴുതാറുണ്ട്. അപ്പോൾ
പിന്നെ നമ്മുടെ ഇത് വളരെ നമുക്ക് പേഴ്സണലാണ്, ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, എല്ലാവർക്കും ഈസിലി ഈസിലി കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഞാനും എൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എൻ്റെ കോറേറ്ററും മൃദുലിൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ കൺമുന്നിൽ പല 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 കഥകൾ, നറേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ്, റിലേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ്. പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുള്ളൂ, പലപ്പോഴും എൻ്റെ സിനിമകളിൽ ഒരു നായകൻ നായികയുടെ പുറകെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടാവാറില്ല. പലപ്പോഴും ഇവരുടെയൊക്കെ പ്രണയമോ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറിയോ ഇവർ ഒരുമിച്ച ശേഷമൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പൊ ലൂക്കയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. അവരിഷ്ടമാണെന്ന് പെട്ടെന്ന് തന്നെ പിന്നീട് ഒരുമിച്ചുള്ള ജീവിതമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് മിണ്ടിയും പറഞ്ഞു എടുത്താൽ സനലിന്റെ ലീനയും കല്യാണത്തിന് ശേഷമുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. പാരലലി അവര് ഇപ്പം ആ സിനിമയുടെ ഒരു സ്വഭാവം, ഒരു നറേറ്റീവ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ പ്രസന്റും ഉണ്ട് പഴയ കാലഘട്ടം. പ്രസന്റ് ഡേ, ഇന്നത്തെ ഒരു ദിവസം ഒരു ലീനിയർ വേയിലാണ് പറഞ്ഞു പോകുന്നത്. സനല് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് വണ്ടമേടുള്ള ഭാര്യ വീട്ടിലേക്കുള്ള ഒരു യാത്രയുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷനാണ്. ലീനയും സനലുമായിട്ടുള്ള കോൺവെർസേഷൻസ്. ഇതിലിടയ്ക്ക് പോകുന്ന ഇവരുടെ മെമ്മറീസും, ഈ മെമ്മറീസ് നോൺ ലീനിയർ രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ലീനിയർ നറേറ്റീവും ഒരു നോൺ ലീനിയർ നറേറ്റീവും പാരലി പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് നോൺ ലീനിയർ നറേറ്റീവിനെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലല്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സനൽ നമ്മളൊരു ലവ് സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ഹീറോയിൻ ആദ്യം കണ്ടുമുട്ടുന്നതും പുറകെ നടക്കുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും അവർ ഒരുമിക്കുന്നതും പിന്നെ അവർ കല്യാണം കഴിക്കുന്നതും പിന്നെ അവർക്ക് ഒരുമിക്കാൻ പറ്റാത്തതും അങ്ങനെയല്ലേ പറയുന്നത്. ഇതില് പാസ്റ്റിനെ നമ്മൾ പറഞ്ഞേക്കുന്ന ആ രീതിയിലല്ല. ഇതില് ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് സനൽ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഉള്ള മെമ്മറിയാണ്. പിന്നെ വേറെ ഏതോ സമയത്ത് അവരുടെ ഇടയ്ക്കുള്ള ഒരു മെമ്മറിയാണ്. പിന്നെ വേറെ ഏതോ സമയത്ത്, അങ്ങനെ മെമ്മറീസിനെ പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു ക്രോണോളജിയിലല്ല. അതായത് ഈ പാസ്റ്റും പ്രസന്റും നമ്മളൊരു കോൺവെർസേഷണൽ റൊമാൻസ് വഴിയാണ് ക്രാക്ക് ചെയ്ത് പോകുന്നത്. ഞാൻ പറഞ്ഞ സനൽ കഴിഞ്ഞ പ്രാവശ്യം ദുബായിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള മെമ്മറിയിൽ നിന്ന് അവസാനം സനൽ ലീനെ പ്രപ്പോസ് ചെയ്യുന്നിടത്താണ് നമ്മൾ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ക്രോണോളജി തെറ്റിച്ചിട്ടുള്ള ഒരു നോൺ ലീനിയർ നറേറ്റീവ് ആണ്. അപ്പൊ ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് ചെറിയ എക്സ്പെരിമെന്റ് ആണ് ആ രീതിയിൽ. അത് എത്രമാത്രം ഓഡിയൻസ് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ള, അല്ലെ നമ്മളെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വളരാൻ പറ്റില്ല. ഇത് സിംപിളറായിട്ട് പറഞ്ഞാൽ വളരെ സിമ്പിൾ നറേറ്റീവ് ആണ്. അതിനെ കുറച്ചൊന്ന് കാഴ്ചയിൽ വളരെ സിമ്പിൾ ആണെങ്കിലും അതിന്റെ ചെറിയ ഒരു എലമെന്റ് ഓഫ് കോംപ്ലക്സിറ്റി കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ത്രില്ലുള്ളൂ. അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതിനകത്ത് ഇത്രയും സംഭവം. ശരിക്കും ഏറ്റവും മിനിമൽ ആയിട്ട് ചെയ്യാനാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ. പുരാണ കഥ എഴുതാൻ കുറച്ച് ഈസിയാ സത്യം പറഞ്ഞാൽ. പുരാണങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകാൻ. പക്ഷെ ഞാനും ചിത്രയും ഈ റൂമിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനെ സിനിമയാക്കാൻ പറഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത് തന്നെ ചോദിക്കുന്നത്, ഈ കോൺവെർസേഷണൽ റൊമാൻസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു ചലഞ്ച് എത്രത്തോളം ഉണ്ട്? ഞാൻ പറയില്ലേ, ബോക്സ് മൂവീസ് അല്ലെങ്കിൽ കുറച്ച് സ്പേസുകളിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചെറിയൊരു സംഭവത്തെ വെച്ചൊക്കെ സിനിമ ചെയ്യുക, അത്രയൊരു ലെങ്തിയർ നറേറ്റീവ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ല ബ്രെയിൻ വർക്ക് ഉണ്ട്, നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രം. അതിന്റെ ഇടയ്ക്ക് പിന്നെ ജാഫറിക്ക വരുന്നുണ്ട്, മാല പാർവതി ചേച്ചി വരുന്നുണ്ട്, അപ്പോ ഇവരൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവരിലാണ് സിനിമയിൽ നിൽക്കുന്നത്. ത്രൂ ഔട്ട് സനലിലും ലീനയിലാണ്. മറ്റവരുടെയൊക്കെ പ്രസൻസ് വളരെ കുറച്ച്. സ്ക്രീനിലും നമ്മൾ ത്രൂ ഔട്ട് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കപ്പിളുടെ അത് ഒന്നുകിൽ ഇന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ പഴയ കാലഘട്ടം. പിന്നെ ഈ സിനിമയിൽ ഒരു വില്ലൻ ഉണ്ട്. ഈ പ്രണയത്തിന് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അവതരിപ്പിക്കാമെന്നുള്ളത് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു സംഭവം, എക്സ്പെരിമെന്റ് ആണ്. എല്ലാം നമ്മളൊരു ആർട്ടിസ്റ്റിക്, നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഏതെങ്കിലും രീതിയിൽ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പെരിമെന്റ് തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഒരു വില്ലൻ ഉണ്ട്. ആ വില്ലൻ ത്രൂ ഔട്ട് ഉണ്ട്, തുടക്കം പോലെ അവസാനം. നിങ്ങൾ ആ ഫസ്റ്റ് സോങ്, നമ്മൾ ആദ്യം റിലീസ് ചെയ്ത ഫസ്റ്റ് സോങ് ഉണ്ട്, നീ നെഞ്ചിൽ. ഞാൻ പറയാറുണ്ട് അതിൽ ഹീറോയിനും വില്ലനും ഉണ്ട്. വില്ലൻ സിനിമയിൽ മഴയാണ്. അപ്പൊ മഴയുടെ പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ട്. ഹീറോയിനും വില്ലനും ത്രൂ ഔട്ട് ഉണ്ട്. ഈ മഴ പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെ വില്ലനായിട്ട്, അതായത് മഴയ്ക്ക് പല ഭാവങ്ങളുണ്ടെന്ന് നമ്മൾ പറയും. അതായത് ഭയങ്കര പ്രണയം വരുന്ന സമയത്ത് നമുക്ക് മഴേനെ യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പൊ ഒരു മരിച്ച വീടാണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു മഴയ്ക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മഴ ഒരു കർട്ടൻ പോലെ യൂസ് ചെയ്യുന്ന. പക്ഷെ മഴ ഒരു വില്ലനായിട്ട് നമുക്ക് ആലോചിക്കാം. ആ ഒരു തോട്ട് എങ്ങനെയാണെന്ന്. ലൂക്കയില് മഴയുണ്ട്, ഓർമ്മയുണ്ടോ? ലൂക്കയില് മഴ യൂസ് ചെയ്തത് വേറെ രീതിയിലാണ്. ലൂക്കയില് കാലങ്ങളെയാണ് യൂസ് ചെയ്തേക്കുന്നത്, മഴ മാത്രമല്ല. ലൂക്കേനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കഥ ലൂക്കയുടെ മരണത്തിൽ നിന്ന് തുടങ്ങി പിന്നെ
പോലീസുകാരന് കിട്ടുന്ന ഡയറിയിലൂടെ മറ്റവരുടെ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ്. റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊരു നോൺ ലീനിയർ സ്ട്രക്ചർ ഉണ്ട്. ലൂക്കയും നോൺ ലീനിയർ, എനിക്ക് നോൺ ലീനിയർ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിലങ്ങനെ ഒരു നോൺ ലീനിയർ സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ ഇനി നമ്മൾ ലൂക്കേനെ ഒരു ലീനിയർ വേയിൽ ചിന്തിച്ചാൽ ശരിക്കും ലൂക്ക തുടങ്ങേണ്ടത് ടൊവിനോയുടെയും അഹാനയുടെയും ആദ്യത്തെ മീറ്റിംഗ് മുതൽ അവർ ഇഷ്ടപ്പെട്ട് അവരൊരുമിച്ച് താമസം തുടങ്ങി ഓരോരോ മൊമെൻറ്റുകളായിട്ട് പോയി അവർ തമ്മിൽ പിരിയുന്ന സ്റ്റേറ്റിൽ നിന്ന് പിന്നെ അഹാന നിഹാരിക തിരിച്ചു പോയ ശേഷം ലൂക്കയ്ക്ക് ഉണ്ടായിരുന്ന അവസ്ഥ, അതിനുശേഷം ലൂക്ക മരിച്ചു. അങ്ങനെ ലീനിയർ വേയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സിനിമ പോകുന്നത്. ഇത് നോൺ ലീനിയർ വേയിൽ പോകുമ്പോൾ ലൂക്ക ആദ്യം മരിച്ചു കിടക്കും. ഇതിൽ കാലങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്തേക്കെന്ന് വെച്ചാൽ ലൂക്കയുടെയും നിഹാരികയുടെയും പ്രണയം നടക്കുന്നത് വേനൽക്കാലത്താണ്. ശരിക്കും അവരുള്ള സീക്വൻസുകളിലൊന്നും മഴയില്ല. ആ വേനൽ ഏത് സമയത്താണ് മഴ തുടങ്ങുന്നത്? അത് നീല നേരം പാട്ടിൻ്റെ ഇടയ്ക്ക് അഹാന വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് ആദ്യത്തെ മഴ തുടങ്ങുന്നത്. പിന്നീട് പതുക്കെയുള്ള മഴക്കാലാണ്. ലൂക്ക മരിച്ചു കിടക്കുമ്പോഴേക്കും അത് പേമാരിയാണ്. അക്ബർ ഫാത്തിമ പോർഷനിൽ പെരുമഴയാണ്. കാരണം അവരുടെ ലൈഫിലുള്ളത് ഒരുതരം മരവിപ്പും മടുപ്പും ഒക്കെയാണ്. അവർ ഡിവേഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന അപ്പോഴാണ്. നമ്മൾ സിനിമാറ്റോഗ്രാഫി പോലും അങ്ങനെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. ലൂക്കയിൽ ഭയങ്കര ഇളക്കമുള്ള സിനിമാറ്റോഗ്രാഫിയാണ്, ഫുള്ളി ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെയാണ്. അക്ബർ ഫാത്തിമ മറ്റേ സെഗ്മെന്റ് അല്ലെ ഇൻവെസ്റ്റിഗേറ്റീവ് സെഗ്മെന്റിൽ വളരെ ക്ലാസിക് മൂവ്മെന്റ്സ് ആണ്. ഭയങ്കര ട്രഡീഷണൽ ട്രാക്ക് ആൻഡ് ട്രോളി മൂവ്മെന്റ്സ് അല്ലെ സ്റ്റാറ്റിക് ഷോട്ടുകൾ. അപ്പം അങ്ങനത്തെ ഒരു നറേറ്റീവിലാണ്, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് യൂസ് ചെയ്തേക്കുന്നത്, അപ്രോച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ലൂക്കയുടെ മഴ നിൽക്കുന്നത് അക്ബറും ഫാത്തിമയും ചേരുന്ന സമയത്താണ്. എൻഡിൽ അവിടെ മഴയില്ല, അത് ലാസ്റ്റ് സീൻ. പിന്നെ മഴയില്ല. അപ്പം മഴ നടക്കുന്ന ആ ഇൻബിറ്റ്വീൻ, അവിടെ കാലങ്ങൾക്ക് അവരുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മിണ്ടിയും പറഞ്ഞു എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മഴയെ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്തേക്കുന്നത്, മഴയൊരു കഥാപാത്രമായിട്ടാണ്. സനലിനെ ലീനയും ഒരു കാലത്തും ഒരുമിക്കാൻ സംഭവിക്കാത്ത വില്ലൻ. പക്ഷെ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചില സീക്വൻസ്, ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, അവർ പ്രേമിച്ച് കിടന്ന സമയത്ത് നമുക്കൊരു സിനിമയ്ക്ക് പോവാം എന്ന് പറയുന്ന ദിവസം മഴയാണ്, അവർക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സംഭവം. ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരൊരുമിച്ചൊരു കല്യാണം കഴിഞ്ഞ് ഇവർക്ക് ഒരുമിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴും അവരൊരുമിച്ചൊരു വീടെടുത്ത് താമസം തുടങ്ങുമ്പം ആദ്യത്തെ ആ ഫസ്റ്റ് നൈറ്റ് ആവേണ്ട ദിവസം അവർ പരസ്പരം ഹഗ് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടങ്ങ് ചോരാൻ പോകും. നമ്മൾ ലിറ്ററലി മഴയുടെ സിംബോളിസം അല്ലെങ്കിൽ മഴയുടെ ഈ വില്ലൻ നേച്ചർ ഇതിൽ ത്രൂ ഔട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നിനി പ്രസൻറ്റ് വരികയാണെങ്കിൽ സനൽ വരുന്ന ദിവസം ഒരു റെഡ് അലേർട്ട് ദിവസമാണ്. സനലിൽ ട്രാവൽ ചെയ്യേണ്ടത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈ റേഞ്ചിലേക്കാണ്. ഓൾറെഡി മണ്ണിടിച്ചിലൊക്കെ ഉള്ള ഒരു റെഡ് അലേർട്ട് ദിവസമാണ്. അപ്പോൾ ഇവിടെയും മഴ അവിടെ വില്ലനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ മഴയാണോ ആക്ച്വൽ വില്ലൻ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ സിനിമയുടെ. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന മഴയാണോ ആക്ച്വൽ വില്ലൻ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും സിനിമ. അല്ല, ഒരു പ്രേക്ഷകൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ഒരു തോട്ടോടു കൂടി ഇറങ്ങി പോകണമെന്നാണ് ആസ് എ ഡയറക്ടർ ആഗ്രഹിച്ചത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലൂക്ക എന്ന് പറയുന്ന ചിത്രം കഴിഞ്ഞിട്ട് അത് കാണുന്ന ഓഡിയൻസ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഡ്രാമയാണ്, ഭയങ്കര ട്രാജിക്കലായിട്ടൊരു റൊമാൻറ്റിക് ഫിലിമാണ് ലൂക്ക. അപ്പോൾ ലൂക്ക, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ലൂക്ക കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രേക്ഷകൻ കപ്പിൾസ് പരസ്പരം നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, അവർക്ക് അങ്ങനെ തോന്നണം, അത്രയും ഇൻറ്റൻസിറ്റി അവരുടെ പ്രണയത്തിൽ തോന്നണം. ഇതേപോലെ മിണ്ടിയും പറഞ്ഞു എടുക്കുകയാണെങ്കിൽ, മിണ്ടിയും പറഞ്ഞും എന്ന സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുന്ന പ്രേക്ഷകന്, കപ്പിൾസിന് അല്ലെങ്കിൽ ലവേഴ്സിന് മിണ്ടിയും പറഞ്ഞും ഇരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാൽ. ഇപ്പൊ ഈ കോൺവെർസേഷൻസ് കുറവാണെന്നുള്ള ഒരു മെസ്സേജും കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ? തീർച്ചയായിട്ടും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വീക്ക് ആണെങ്കിൽ അതിന് ആ റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് ഇല്ല, അതിനൊരു ഉറപ്പില്ല. ഇത് പ്രണയത്തിലെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു അച്ഛൻ മകൻ ബന്ധം അല്ലെങ്കിൽ ഒരു അമ്മ മകൾ ബന്ധം എന്നൊക്കെ പറയില്ലേ, പേരൻസുമായിട്ടുള്ള റിലേഷൻ, പ്രോബ്ലി അതിനേക്കാൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സിനിമയാക്കാം വേണമെങ്കിൽ. നമ്മളൊരു കാര്യം നമ്മുടെ പേരൻസിനടുത്ത് പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുവോ എന്ന് പേടിച്ച് നമ്മൾ പറയാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ചിന്തിക്കും, ഇത് ഞാൻ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ അവർ ഹേർട്ടാവും. ഇത് രണ്ടും ടോക്സിക് പാരൻറ്റിങ് ആണ്.
എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു 90s ഇപ്പൊ 2000-ലുള്ള പാരന്റ്സ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. 90s ഒക്കെ വരെ അങ്ങനെയൊക്കെ തന്നെ. അല്ല, ഞാൻ ഇപ്പോഴും നമുക്കറിയാം എത്രയോ പേരാണ് ഈവൻ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും റെഗുലർ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് പറയാൻ കേൾക്കാറുണ്ട്. ഇത് ഞാൻ വീട്ടിലാണെങ്കിലും ഒരു കാര്യം തുറന്നു പറയാനുള്ളൊരു ഭയം അല്ലെങ്കിൽ കൺസേൺ. എന്റെ പ്രശ്നം ഇവർക്ക് ഹേർട്ട് ആവോ എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ ഈ ഹേർട്ട് ആകുമോ എന്ന് ചിന്തിക്കുന്നതും ടോക്സിസിറ്റിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? നമുക്കതൊരു ഓപ്പൺനെസ്, പേരന്റൽ റിലേഷൻഷിപ്പിൽ ആ ഒരു ഓപ്പൺനെസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം അത് നമുക്ക് എന്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുകൂടാ. നമ്മളെ ഒരു പേഴ്സൺ ആയിട്ട് അവരെ എന്തും മോള് എന്നാ. നമ്മൾ 18 years അല്ലെങ്കിൽ നമ്മളൊരു അഡൾട്ട് ആണെന്നുള്ള ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മളൊരു സുഹൃത്തിനെ എടുത്ത് സംസാരിക്കാൻ അത്ര ഓപ്പൺ ആവുന്നില്ല നമ്മുടെ പേരൻസ്. ഇത് തന്നെ സ്പൗസസിൻ്റെ അടുത്ത് അതേപോലെ സംഭവിക്കും. ഇപ്പം വീട്ടിൽ ഇതുപോലത്തെ കോൺവെർസേഷനിലാകുമ്പോൾ നമ്മളും ഒരു കുടുംബം തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഇടയ്ക്കും ഇതേ അവസ്ഥ ഉണ്ടാവും. ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വൈഫിന് ഹേർട്ടായാലോ പറഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടീഷൻഡായി പോകും. ഈ കണ്ടീഷനിങ് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത് ആക്ച്വലി നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ. ഇപ്പം എനിക്കൊരു മോളുണ്ട്. അവൾക്കിപ്പോൾ ഒരു വർഷം 1 മാസമായി പ്രായം. അപ്പം ഞാൻ അവളുമായിട്ട് ഇപ്പം അവള് മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകും, രാവിലെയും വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ വി ടോക്ക്. അവൾ എന്തൊക്കെയോ പറയും, ഞാനും തിരിച്ചങ്ങോട്ട് പറയും. ഐ എം ട്രൈങ് ടു ബിൽഡ് ദാറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ. അവൾ എൻ്റെ അടുത്ത് എന്നെ പേടിച്ചിട്ടോ അല്ലെ എനിക്ക് ഹേർട്ടാവുമോ എന്ന് പേടിച്ചിട്ടൊരു കാര്യം പറയാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എൻ്റെ അടുത്തും എൻ്റെ വൈഫിൻ്റെ അടുത്തും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പാർട്ടികളാണ്. എന്നേക്കാൾ പാർട്ടികളാണ് എൻ്റെ വൈഫ് ഈ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവരുന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. മിണ്ടി പറഞ്ഞു ഇത്രയേ ഉള്ളൂ. മിണ്ടി പറഞ്ഞ് കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ അവരുടെ തന്നെ സ്ലൈസ് ഓഫ് ലൈഫാണ് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ പുതുമയൊന്നും, ഈ പ്രണയത്തിൽ പുതുമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? പ്രണയത്തിൽ പുതുമയുള്ളാവുന്ന പ്രണയങ്ങളുണ്ടാകും. കുറെ പ്രണയ സിനിമകൾ നമ്മൾക്ക് ഇറങ്ങിയിട്ടില്ല, ലവ് സ്റ്റോറീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു സത്യത്തിൽ ഇപ്പോഴത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ പ്രണയത്തെ കുറിച്ചുകൊണ്ട് മെച്യൂർഡ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ടാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന സിനിമയിൽ കാണുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് വെരി മച്ച് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന സിനിമകൾ, ഇപ്പം ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഈവൻ സിനിമ അല്ലെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റുകളും നമ്മുടെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ലൂക്കയുടെ ക്യാരക്ടറിന് എടുക്കുക, ഇപ്പം ലൂക്ക നെക്രോഫോബിയക്കാണ്, തനാട്രോഫോബിയക്കാണ്, അല്ലെങ്കിൽ ലൂക്കയ്ക്ക് മരണത്തിനോട് പേടിയുണ്ട്. അപ്പോൾ ലൂക്ക ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റാണ്. എവിടെ നിന്നാണ് ഇത് വന്നത്? ഒരു പക്ഷേ എന്നില്ല, അത് വന്നത് ഞാൻ കുറച്ചു കാലം ഡിസ്ലെക്സിയ, ഓട്ടിസം, ബൈപ്പോളാർ ഡിസോർഡർ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇവിടെ ആയിരുന്നില്ല, പുറത്തായിരുന്നു. ഞാൻ ഫിലിം സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്കിം സ്റ്റോൺ ആർട്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ, ഒരു ആർട്ട് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 3 വർഷം. അപ്പോൾ അവിടെ ഉള്ള യങ് ബ്രിട്ടീഷ് കുട്ടികൾ, അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഓട്ടിസം, ബൈപ്പോളാർ ഡിസോർഡർ, ഇതിനൊക്കെ ഇവരെ സിനിമ ഒരു മീഡിയമായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരിൽ ക്യാമറ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതോടെ ഇവരുടേതായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുന്നതോടെ ഇവരെ കുറച്ച് നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ്, ഒരു കുട്ടീന്ന് ഞാൻ പറയില്ല, ഒരു 10-18 ഇനിയോടെ 16-17 വയസ്സോ പ്രായമുള്ള ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടി. അവൻ ആദ്യം വരുമ്പോഴൊന്നും ഒന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവനൊരു ഡൗട്ടിൻ്റെ അടുത്ത് ചോദിച്ചു. മനസ്സിലായോ? ഇത് ഡൗട്ട് ചോദിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ അതിനൊരു ഉത്തരവും പറഞ്ഞു. അവൻ അത്രയും പാഷനേറ്റഡ് അത് എഡിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ആർട്ട് നമ്മൾ ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏത് സബ്ജക്റ്റാണ് മദർ ഓഫ് ഓൾ സബ്ജക്റ്റ് എന്ന് പറയപ്പെടുന്നത്? ഫിലോസഫിയാണ്. പറക്കാൻ ആഗ്രഹിച്ച് ആദ്യം ആർട്ടിലാണ് ഇതെല്ലാം വരിക. ഓക്കെ, ആർട്ടിൽ എഴുതി ടെക്സ്റ്റിലൊക്കെ ആയിരിക്കും ആദ്യം വന്നിട്ടുണ്ടാകുക. 2 പേര് ആകാശത്തോടെ പറന്നു പോകും. ഇതിനൊക്കെ കുറേ കാലശേഷമാണ് വിമാനം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? ഇതെല്ലാം ഇമാജിനേഷൻ ആദ്യം ഉണ്ടാകുന്നത് ആർട്ടിലാണ്. അപ്പോൾ ആർട്ടിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഒറിജിൻ. ഫിലോസഫിയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ. അപ്പം നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ കലകൾക്ക് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ഹ്യൂജാണ്. ആർട്ടില്ലാത്തൊരു സൊസൈറ്റി
ഏറ്റവും സിൻഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയാണ് പറയപ്പെടുന്നത്. ഏറ്റവും കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരാന്നുണ്ടെങ്കിൽ ഇപ്പൊ മാരിവില്ലൻ ഗോപുരങ്ങൾ 24-ലായിരുന്നു തോന്നുന്നു അല്ലെ, 23 ലാസ്റ്റ് 24 തുടക്കം. പിന്നെ എന്ത് ഇത്ര ലേറ്റ് ആയത് മിണ്ടിയും പറഞ്ഞു ഇറങ്ങാനായിട്ട്? അല്ല 24, 25. ആ, ഇപ്പൊ 26 അല്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ സിനിമ ഓൾറെഡി ചെയ്ത് വെച്ച സിനിമയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ലേറ്റ് ആയി പോയത്? ഒരു സമയമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ബേസിക്കലി ഇതൊരു ചെറിയ സിനിമയാണ്. ഇത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തിയേറ്ററിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ അത് കുറച്ച് ഇന്റേണൽ ഇഷ്യൂസ് കാരണം തന്നെയാണ്. പക്ഷെ എന്നാലും എന്താ പറയുന്നത്, അത് റൈറ്റ് ടൈമിൽ ഓഡിയൻസിൽ എത്തിയെന്ന് വിചാരിക്കാനാണ് ഞാൻ കൂടുതൽ. എനിക്ക് ഗുണകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായി. മിണ്ടിയും പറഞ്ഞാൽ എനിക്ക് കുറേ കൂടെ ഈ സമയം കൊണ്ട് കുറേ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എഡിറ്റിലായാലും അതിൻ്റെ ഈ സമയം എടുത്ത സമയത്ത് നമ്മൾ ശരിക്കും വെറുതെ ഇരിക്കില്ലായിരുന്നു. നമ്മളതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും മിനിമൽ ആർട്ടാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആർട്ട്. ഇത് ഏറ്റവും മിനിമൽ ആക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും കോംപ്ലിക്കേറ്റ് ആക്കുന്ന ഒരു സിനിമേനെ. ഈ നമ്മൾ പെയിൻറ്റിങ്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചിത്രയുടെ ഫോട്ടോഗ്രാഫ് എടുത്ത് ഞാൻ ഒരാളെ കാണിച്ചിട്ട് ധാരാളം വെച്ചാൽ ചിത്ര എന്ന് പറയും. ചിത്ര ഞാൻ അതേപോലെ തന്നെ വരയ്ക്കുക, വളരെ എക്സാക്ട്ലി മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ഞാൻ ചിത്രനെ വരച്ചിട്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനുണ്ടെങ്കിൽ എനിക്ക് കുറേ ഇമ്പ്രൂവൈസേഷൻ ചെയ്യാം, അതിനകത്ത് കുറേ ടച്ചിങ് ഒക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തത് ചിത്ര എന്ന് പറയും. വേറൊരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്നത് വേറെ രീതിയിലായിരുന്നു, കുറച്ച് വരകൾ മാത്രം ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ചിത്രയുടെ സ്വഭാവം കൂടെ അയാൾ വരച്ചു. ചിത്രയുടെ രൂപം മാത്രമല്ല, സ്വഭാവം കൂടെ ഉണ്ടാവും. ഇനിയൊരു പിക്കാസോ, അങ്ങനെ സറിയലായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ആർട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഈ സറിയൽ ആർട്ടുകൾ എടുക്കുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓഡിയൻസിനെ പാർട്ട്നേഴ്സായിട്ട് ആർട്ടിസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ആർട്ട് ഫോംസ് എന്ന് പറയാം. കാരണം ഓഡിയൻസ് ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ അതൊരു കാര്യം പറഞ്ഞ് തീർത്ത് അവസാനിപ്പിച്ചിട്ട് പോരല്ല അങ്ങനത്തെ ആർട്ടുകൾ ചെയ്യുന്നത്. അവിടെ ഓഡിയൻസിനെ ഇൻ്റലിജൻറ്റ് പാർട്ട്നേഴ്സായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ കുറച്ചും കൂടെ ചിന്തിപ്പിക്കാൻ വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏത് ഫോം എടുത്താലും നല്ല രസമുള്ള ഫോമാണ്. ഞാൻ പറഞ്ഞ ഏത് തരം സിനിമ നല്ലതാണ്. അത് പ്യുവർ ആർട്ടോ സിനിമയാണെങ്കിലും പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ, കമ്മിറ്റ്മെൻറ്റും എഫേർട്ടും ഉണ്ടെങ്കിൽ, ജെനുവിൻ എഫേർട്ട് ഉണ്ടെങ്കിൽ, അൺലെസ് ആൻഡ് ഒരു പ്രൊപ്പഗാൻഡ അല്ല എങ്കിൽ. ഇപ്പം ഹിറ്റ്ലർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമകൾ പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന് പറയും. അതിൽ പ്രൊപ്പഗാൻഡ ഇല്ലെങ്കിൽ അത് ആൾക്കാരെ രസിപ്പിക്കാൻ ചെയ്താലും കുഴപ്പമില്ല, ചിന്തിപ്പിക്കാൻ ചെയ്താലും കുഴപ്പമില്ല. അത് ആർട്ട് തന്നെയാണ്. ഓക്കെ, ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലുണ്ടായിരുന്നോ ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി അങ്ങനെയൊക്കെ ഒരു? ഇല്ല, സത്യത്തിൽ നമ്മൾ ഞാൻ ഒരിക്കലും ഈവൻ ലൂക്കയുടെ കേസ് എടുത്താലും നമ്മൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ തിരക്കഥ എഴുതുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കാറ്. നമുക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, ഇത് എഴുതി ചിലപ്പോൾ 1, 2, 3, 4 ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ഇതിനി പതുക്കെ നമുക്ക് സിനിമയാക്കാം. എനിക്ക് ഈ പറയും, നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി വെച്ചിട്ട് ഒരു ഹോളിവുഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മളൊരു ഒരു സ്ക്രിപ്റ്റ് മനസ്സിൽ തോന്നി, അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി വെച്ചിട്ട് ഇത് ഗംഭീര സ്ക്രിപ്റ്റ് ആണ് വിചാരിച്ചാൽ അത് അപ്പം തന്നെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയണമെന്ന്. ഓക്കെ, കാരണം അത് മുഴുവൻ നമ്മുടെ കാഴ്ചാശീലങ്ങൾ തന്നെയായിരിക്കും അതിനകത്ത്. കണ്ടിട്ടുള്ളതിൽ നിന്നുള്ള എലിമെന്റ്സും ഒക്കെ ആയിരിക്കുള്ളൂ, അതിലൊന്നും പുതുതായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് വീണ്ടും അതായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ സ്റ്റേജ്, ഒരു സിനിമയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 2, 3, 4 ഡ്രാഫ്റ്റ് കൊണ്ടാണ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചാനുഭവം പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ വരിക. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി ചിന്തിക്കാറില്ല. ഇപ്പോൾ ലൂക്കയുടെ കേസിലും അങ്ങനെയായിരുന്നു. അപ്പം ഈ 2 സിനിമകൾക്കും എനിക്കൊരു കോറൈറ്റർ ഉണ്ട്, മൃദുൽ ജോർജ്. നമ്മൾ ഒരുമിച്ചാണ് തിരക്കഥ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബേസിക് ഐഡിയ, ബേസിക് ഒരു ഔട്ട്ലൈൻ ഒക്കെ ഒരുപക്ഷെ ഞാൻ മുന്നേ കൊടുക്കും, അതിനുശേഷമായിരിക്കും നമ്മൾ തിരക്കഥയിലേക്ക് പോകുന്നത്, പിന്നെ ഡെവലപ്പ് ചെയ്ത്. അതെ, ഒരു തിരക്കഥയാക്കുമ്പോൾ തിരക്കഥ ഡയലോഗ് ഒക്കെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ കുറേയൊക്കെ മൃദുൽ തന്നെ വർക്ക് ചെയ്യും, ഒരു സീനുകളുടെ അകത്തുള്ള ഭാഗമൊക്കെ മൃദുൽ തന്നെ വർക്ക് ചെയ്തു, അങ്ങനെയൊക്കെ. അപ്പം ഇത് ആയ ശേഷം ലൂക്കയുടെ കേസിൽ 2013 ടൊവിനോ ഒന്ന് കൂതറ 7th ഡേ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ടൊവിനോ ബിഗർ സ്റ്റാർ പോലും ആയിട്ടില്ല അന്ന്. അന്നാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് 2013 ഞങ്ങൾ ലൂക്കയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഈ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ല, 2ാമത്തെ 3ാമത്തെ ഡ്രാഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതിന് എനിക്ക് വേണ്ട ഒരു മുഖം, ഈ ലൂക്ക എന്നുള്ള കഥാപാത്രം ചെയ്യാൻ ഒരു മുഖമാണ് ഞാൻ ആക്ച്വലി തേടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ബൈ ചാൻസ് ടൊവിനോയുടെ ഒരു
ഫോട്ടോഗ്രാഫ് കാണുന്നത്, താടിയൊക്കെ വെച്ചിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു ഡ്രസ്സിൽ ഒരു ബീച്ചിൽ നിൽക്കുന്ന ഒരു രസമുള്ളൊരു ഫോട്ടോഗ്രാഫ്. അപ്പം ഇത് മൃദുലാണ് എന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ മനസ്സിലെ ലുക്കായിട്ട് ലുക്കായിട്ട്. അപ്പം ടൊവിനെ മുമ്പ് നേരിട്ട് കണ്ട് ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്ക് ക്ലിയർ ആയിരുന്നു. ടൊവിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ള താല്പര്യവും പിന്നെ ഒരു ഡ്രൈവർ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും. എൻ്റെ ക്യാരക്ടർ ടൊവിനോ എന്ന് പറയുന്ന നടനിൽ സേഫാണ് എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് പോയിട്ടേ ഇല്ല. 2013 മുതൽ സിനിമ ഓണാവുന്ന 2018 ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടൊവിനോയുടെ ഗ്രോത്ത് കൂടെ കണ്ടിരുന്നു. ഞാൻ മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ ഇത് ഇനിയൊരു സിനിമ എനിക്ക് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെയുള്ള ധൃതിയുടെ പുറത്ത് ഞാൻ വേറെ ആർട്ടിസ്റ്റിലേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ലിറ്ററലി ലൂക്കയെ സംബന്ധിച്ച് ഞാൻ ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ലിറ്ററലി ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് അതിനകത്ത്. വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലൂക്കയുടെ സിനിമാറ്റോഗ്രാഫർ നിമിഷിനകത്തെ വർക്കാണ്. നിമിഷ് ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പ്രൊഫസറായിരുന്നു. ആ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് എനിക്ക് നിമിഷമുള്ള പേര്. ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, ഇത് ഇത്രയും യങ്ങറായിട്ടുള്ളൊരു DOP ചിയു എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ പലരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് കോൺഫിഡൻസിനപ്പുറം നമ്മൾ ഒന്ന് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ നിമിഷമായിട്ട് ഞാൻ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഈ സമയത്ത് എനിക്ക് കണ്ട ഒരു കാര്യം, ദേ ഹാവ് അവരുടെ അപ്രോച്ച് കറക്റ്റാണ് ഇതിനോടുള്ള. അവർ ഹാർഡ് വർക്ക് ചെയ്യാനൊരു മെൻറ്റാലിറ്റി ഉണ്ട്, റൈറ്റാണ് അവർ. അപ്പോൾ ഈ ബെസ്റ്റ് പീപ്പിൾ അല്ല നമുക്ക് വേണ്ടത്, റൈറ്റ് പീപ്പിളാണ്. അപ്പോൾ ക്രൂ റൈറ്റ് ആയിരുന്നു ലൂക്കയെ സംബന്ധിച്ചിട്ട്. ബെസ്റ്റ് ഔട്ട്പുട്ടും. അപ്പോൾ ക്രൂ കറക്റ്റ് ആയിരുന്നു, കാസ്റ്റിങ്ങിലും കറക്റ്റ് ആയിരുന്നു, റൈറ്റ് ആയിരുന്നു എന്നാണ്. മിണ്ടിയും പറഞ്ഞ അതേപോലെ തന്നെയാണ്. മിണ്ടിയും പറഞ്ഞു ഈ ഡ്രാഫ്റ്റുകൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2ാമത്തെ 3ാമത്തെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഈ ഹൈ റേഞ്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആദ്യം ചിന്തിച്ച ഈ നമുക്ക് ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നാൽ വളരെ നാച്ചുറലായിട്ട് വരുന്നൊരു മുഖമാണ് അപർണയുടെ. കാരണം അങ്ങനത്തെ കഥാപാത്രങ്ങൾ അപർണ മുന്നേയും ചെയ്തിട്ടുള്ളതുകൊണ്ടും അപർണ ഒരു എക്സലൻ്റ് ആക്ട്രസ് ആണെന്നുള്ളതുകൊണ്ടും. അപ്പം നമ്മുടെ മിണ്ടി പറഞ്ഞും പടത്തിൻ്റെ പ്രൊഡ്യൂസർ സലീം മുഹമ്മദാണ്, അതമിൻ്റെ മകൻ അബു പത്തേമാരിയുടെയൊക്കെ സംവിധായകൻ. സലീമുക്കയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റും കൂടെ ആയിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് സലീമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അപ്പോൾ സലീമുക്ക് മറ്റൊരു സിനിമ അപർണ അഭിനയിക്കുന്നൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അപർണയെ കാണുന്നത്, നമ്മൾ സംസാരിക്കുന്നു. അപർണ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ 100% ഓക്കെ, നമുക്കിനി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഉണ്ണി എനിക്ക് മീറ്റ് ചെയ്യാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായ സമയത്ത് ഞാൻ ജസ്റ്റ് ഉണ്ണിയോട് കഥയൊന്ന് പറഞ്ഞു, കഥയൊന്ന് നറേറ്റ് ചെയ്ത് കൊടുത്തു. ഉണ്ണിയുടെ അടുത്ത് അതുപോലെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു ഉണ്ണിമുകുന്ദനല്ല ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ഇതിലെത്ര ഏത് ലെവൽ വരെയും ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു നല്ല ആർട്ടിസ്റ്റിനെയാണ് ഞാൻ ഫ്രണ്ടിൽ കണ്ടത്. അപ്പോൾ ഉണ്ണിയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഉണ്ണി ഇതിന് ശേഷം ഇത് ഞങ്ങൾ വീണ്ടും ഉറപ്പിക്കാൻ കാര്യം, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണിക്ക് എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് മീറ്റിങ്ങിൽ കഥ ഫുൾ പറഞ്ഞിട്ടില്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണി എന്നെയും മൃദുലിനെയും വിളിച്ചു, പെട്ടെന്ന് ഓഫീസിലേക്ക്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉണ്ണിക്ക് അത് വർക്കായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ണി പറഞ്ഞു, ബ്രോ നിങ്ങളിതൊന്ന് വായിച്ചു തരാമോ, എനിക്കത് കേൾക്കാനൊരാഗ്രഹമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. അത് ആക്ച്വലി പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കഥ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചെടുത്തു. അപ്പോൾ ഉണ്ണി ഓൾറെഡി ഇത് വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വായിൽ നിന്ന് അതൊന്നും കൂടെ വേർഷൻ കേൾക്കാനുള്ളൊരു. ഇപ്പോൾ ഉണ്ണി ഓരോന്ന് വരുമ്പോഴേ മുന്നേ തന്നെ പറയുന്നുണ്ട്, കാരണം എനിക്ക് വളരെ ക്ലിയർ ആണ് ഉണ്ണി ഓൾറെഡി മുന്നേ വായിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഉണ്ണിക്ക് ഈ കഥാപാത്രം കുറച്ചും കൂടെ റൂട്ടഡായി. പിന്നെ ഉണ്ണി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമല്ല. ഉണ്ണിനെ എനിക്ക് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഇത്രയും പച്ചയായിട്ടൊരു സാധാരണക്കാരുടെ ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ഉണ്ണിമുകുന്ദന് ഇത് പ്രണയം ചെയ്യാൻ കുറച്ച് ക്രിഞ്ചാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഉണ്ണി ഭയങ്കര ഓർഗാനിക് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇപ്പം സിനിമ ഇറങ്ങിയ ശേഷം വരുന്ന റിവ്യൂസ് ശ്രദ്ധിച്ചറിയാം, ഇവരുടെ കെമിസ്ട്രി തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ലൂക്കയില് ഹാനയും ടൊവിനോയും അല്ലെങ്കിൽ നിതിനും വിനീതയും തമ്മിലുള്ള ഇക്വേഷൻ ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്തു, അതുപോലെയാണ് ഇവരെ ഞാൻ ബിൽഡ് ചെയ്തത്. ഇവരെ കുറച്ചും കൂടെ വളരെ ഓർഗാനിക് ആയിട്ട് ആ പ്രതലത്തിൽ പ്ലേസ് ചെയ്തിട്ട് അവരെ വളരെ ബിഹേവിയറലായിട്ട് പെർഫോം ചെയ്യാൻ വിടുകയാണ് ചെയ്തത്. ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, ഇതിന്
ഇതുപോലെ പെർഫോം ചെയ്യാൻ പാടായിരുന്നു. ഹോണസ്റ്റ് ആയിട്ട് പറയട്ടെ, ഞാൻ ഈ ഓരോ ഷോട്ടും 2 ടേക്കിനപ്പുറം പോയിട്ടില്ല. ഓക്കെ. 2 3 ടേക്കിന് അപ്പുറം ഞാൻ പോയിട്ടില്ല. അത്രയും ഇംപ്രൂവൈസേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു സിനിമ ഹോൾ സിനിമ. പിന്നെ ഷൂട്ട് ചെയ്ത മധുവും ഭട്ട് സാറാണ് ക്യാമറ എടുക്കുന്നത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ മീഡിയത്തിലേക്ക് വന്ന ഏറ്റവും നല്ല ട്രാൻസിഷൻ നടത്തിയ DOPs ഒരാളാണ് മധുവും ഭട്ട് സാർ എന്ന് ഞാൻ പറയും. നമ്മളിപ്പോഴും ആ ഒരു ഫിലിം ലൈക്ക് ലുക്കും ഫീലും ഈ സിനിമയ്ക്ക് വേണ്ട കേട്ടോ, എല്ലാ സിനിമ എന്ന് ഞാൻ പറയില്ല, നമ്മുടെ ഈ എൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്ന ഒരു കൈൻഡ് ഓഫ് ലുക്ക് ആൻഡ് ഫീല്, അതൊരു ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഫിലിം പോലെ ഫീൽ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. മധു സാർ അത് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ നമ്മളെങ്ങനെ ഒരു ഫിലിമായിരുന്ന കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ഷൂട്ട് ചെയ്യില്ലേ, കാരണം ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട്. താങ്ക്ഫുള്ളി ഞാൻ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ എനിക്ക് അസിസ്റ്റ് ചെയ്ത 2 പരസ്യങ്ങൾ ഫിലിമിലായിരുന്നു. അപ്പം നമ്മളിത് മാക്സിമം അൺയൂസ്ഡ് ആയി വെറുതെ ഫിലിം എക്സ്പെൻസീവ് ആയതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഷോട്ട്സ് എടുക്കുന്നത്. ഈ സിനിമ ശരിക്കും നമ്മൾ അതുപോലെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. കിരൺ എഡിറ്ററെ സംബന്ധിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങ് എടുത്ത് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി വേസ്റ്റ് ഓഫ് ഫുട്ടേജ് പോയിട്ടില്ല. ഞാൻ പറയും നമ്പർ ഓഫ് ടേക്സും കുറവാണ്. ഇതിൽ ഇവർ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയധികം അവർക്ക് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അത് അവരുടെ രണ്ടുപേരുടെയും ബ്രില്യൻസിയും കൂടെയാണ് ആസ് ആൻ ആക്ടർ. അവർ അത്രമാത്രം ആ കഥാപാത്രം ആകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഉണ്ണിയെ സംബന്ധിച്ചിട്ട് ഒരു ഹൈ റേഞ്ച് സെറ്റിങ്ങും ബാക്ക്ഡ്രോപ്പും ഒക്കെ ഉണ്ണിക്ക് മനസ്സിലാക്കാനും, ഇപ്പം നമ്മൾ ഷൂട്ടിംഗ് നടന്ന ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് ഇവർ. ചെറുതോണി മുരിക്കാശ്ശേരി ഏരിയയാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഇവർ രണ്ടുപേരും എൻ്റെ ഒപ്പം തന്നെയാണ് വരിക. സെറ്റിൽ ഇവർ ത്രൂ ഔട്ടുണ്ട്. ഇവർ കാരവാനിൽ ഇരിക്കുകയായിരുന്നില്ല, ഇവരവിടെ വരുന്ന ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യായിരുന്നു. ഇഷ്ടംപോലെ ചെറുതോണിക്കാർ, മുരിക്കാശ്ശേരി എന്നുള്ള ആൾക്കാർ ഇവരെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണി വീഡിയോ കോൾ ചെയ്യുന്നത്, ഓരോരുത്തർ വന്നിട്ട് ഞാൻ വീട്ടിൽ അമ്മച്ചിയായിട്ട് സംസാരിക്കാമോ, വീഡിയോ കോൾ ഉണ്ണി അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു കട, ഇവര് മറ്റേ ലൈം ജ്യൂസ് കുടിക്കുന്നൊരു സീക്വൻസ് ഇല്ലേ, ഒരു ബേക്കറി, ആ കടയുടെ വെളിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉണ്ണി അവിടെ ഒരു കൊച്ചു കുട്ടിയായിട്ട്, ചെറുതോണ്ടിലൊരു കുട്ടിയായിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡയലോഗ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കിത് ഈ കഥാപാത്രം നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഡ്രൈവ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഇതിലപ്പുറം ഒരു സംവിധായകനെ സംബന്ധിച്ചിട്ട് എന്താ വേണ്ടേ, കിട്ടാനില്ല. സോ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കരിയറിനും ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിട്ട് അറിയപ്പെടുന്നതിനാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ ഇറക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്ത തന്നെ അല്ലായിരുന്നു, OTT ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഈ OTT, തിയേറ്റർ, സാറ്റലൈറ്റ് ടെലിവിഷൻ, ഇതിന് മൂന്നിനും ചെയ്യുന്ന സിനിമകൾ 3 തരം തന്നെയാണ് ലിറ്ററലി പറയുമ്പോൾ. ഇപ്പോൾ ഒരു തിയേറ്ററിൽ കൂടുതലൊക്കെ ഒരു മാസ് ഓഡിയൻസ് കാണുന്ന സിനിമകൾ കുറച്ചും കൂടെ സ്കെയിലുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് അവിടെ കാണുന്ന സിനിമകളോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ OTT കുറച്ചും കൂടെ പേഴ്സണലാണ്, നമ്മൾ ഹെഡ്ഫോൺ വെച്ചിട്ടോ ഫോണിലൊക്കെ കാണുന്ന സിനിമ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരു സിനിമ ചെയ്യാന്നുള്ളത് മാത്രം ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ഈ പർപ്പസിന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ പർപ്പസ്, അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഇടയ്ക്ക് പോയിട്ടില്ല. ആ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ചെറിയ സിനിമയാണെന്ന് തോന്നാം, പക്ഷെ എൻ്റെ ഒരു ഞാൻ പറയാം, ഞാൻ ഈ സിനിമ പല ഫോമിൽ കണ്ടിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, കുറച്ചും കൂടെ വലിയ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, മിക്സ് ചെയ്യുന്ന സമയത്ത് ഈവൻ ബിഗർ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, ഈവൻ റിലീസ് ചെയ്ത അന്ന് വനിതയിൽ കണ്ടിട്ടുണ്ട്, വലിയ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രീനിലൂടെ കണ്ടിട്ട് ഞാൻ അന്ന് ഈവനിങ് ഫോറം മാളിൽ കുറച്ചും കൂടെ വലിയ സ്ക്രീനിൽ കണ്ടു. ഞാൻ എൻ്റെ സിനിമ ഒരു പുതിയ സിനിമ ആണെന്നല്ലേ കണ്ടേ, മനസ്സിലായോ? ഓരോ തവണ കാണുമ്പോഴും ഫോറം മാളിൽ ഞാൻ കണ്ട ആ ഒരു ബിഗർ സ്ക്രീനിൽ എനിക്ക് കിട്ടിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് വാസ് ഹ്യൂജ്. സോ ഐ വാസ് തിങ്കിങ് ഇത് ഡെഫിനറ്റ്ലി ഈ മീഡിയത്തിലാണ് വരേണ്ടത്. വലിയ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിലിങ്ങും എല്ലാം. ഈവൻ മധുവും ഭട്ട് സാർ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറെ ഞാൻ ശരിക്കും നമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എത്ര ചെറുതായിട്ട് നമ്മൾ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ടാണെങ്കിലും അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ആ വലിയ സ്ക്രീനിലുള്ള ഔട്ട്പുട്ടാണ്. എങ്ങനെയാണ് അത് ആ വലിയ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ആ വലിയ സ്ക്രീനിൽ നമ്മൾ ഒരു ഫിലിമിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ, ഒരു ഫിലിം ലൈക്ക് ലുക്ക് എന്ന് പറയില്ലേ, ഫിലിമായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലുക്കുണ്ട്. അത് ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുന്നൊരു പ്രതീതിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ആസ്വദിച്ചു. അപ്പോൾ ഞാൻ ഇതിനെ ഒരു OTT പടം എന്ന്
എടുക്കേണ്ട ഒരു കാര്യം ഇല്ല. ഡ്യൂറേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ അല്ല പിന്നെ ഏകദേശം 2021 ആ സമയത്തല്ലേ ഷൂട്ട്? അപ്പൊ 22-ലാണ്. ആണല്ലേ? അപ്പൊ ഈ കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാരും അത് റിലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ചെയ്യുക, ഒന്നാമത്തെ കാര്യം ഈ സിനിമ ഇതിനകത്ത് നമ്മൾ ഒരു രീതിയിലും അന്ന് ഏറ്റവും ഹോണസ്റ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ ഒട്ടും വെള്ളം ചേർക്കാത്ത സിനിമ എന്ന് പറയില്ലേ, കാരണം ഓഡിയൻസിന് അന്ന് വേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കണ്ടന്റ് ആയിരുന്നു. അത് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ചെയ്യുന്നവർക്കും കുറേയും കൂടെ ഹോണസ്റ്റ് ആയിട്ട് അതിനെ എടുക്കുക. അതിനകത്ത് ഇതിന്റെ പർപ്പസ് ഒന്നും ചിന്തിക്കാതെ. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് ദ പ്രൊഡ്യൂസർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ നമുക്കൊരു സിനിമ ചെയ്യാം, നല്ലൊരു സിനിമ ചെയ്യാം, ഇത് നല്ല രസമുള്ളൊരു ഈ ഷോർട്ട് സ്റ്റോറി എല്ലാവർക്കും കണക്റ്റായി, അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നറേറ്റീവ് രീതി എല്ലാവർക്കും മനസ്സിലായി, അത് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് അതിനെ ഏറ്റവും സിമ്പിൾ ആൻഡ് നീറ്റായിട്ട് വേസ്റ്റ് ഓഫ് മണി ഇല്ലാതെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് കറക്റ്റായിട്ട് അതിനെ എങ്ങനെ ഒരു നല്ല സിനിമയാക്കാം എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഏതൊക്കെ പ്രൊജക്ട്സാണ് വരാനുള്ളത്? ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു 4 സ്ക്രിപ്റ്റ് എൻ്റേതല്ലാത്ത, ഇതുവരെ ചെയ്തൊക്കെ എൻ്റെ തന്നെ, ഞാനും കൂടെ കോറേറ്റർ ആയിട്ടുള്ള തിരക്കഥകളാണ്. എൻ്റേതല്ലാത്ത ഒരു 4 തിരക്കഥ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 റൈറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിരക്കഥകൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എൻ്റെ കോറേറ്റർ മൃദുൽ ജോർജും മറ്റൊരു റൈറ്ററും കൂടെ ചേർന്നിട്ടാണ്. അതൊക്കെ ഏതാ ജോണർ? ഇതിൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ സിനിമയുണ്ട്. അതൊരു സൂപ്പർ നാച്ചുറൽ ആക്ഷൻ ത്രില്ലറാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ആയിരിക്കും. അത്യാവശ്യം അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഞാൻ പറയില്ല, സിനിമയ്ക്ക് വലിപ്പമുണ്ട്. സിനിമ കാഴ്ചയിൽ വലിപ്പമുള്ളൊരു സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ഉണ്ട് അതിനകത്ത്. ആക്ഷനുമാണ്, ഒരു എൻഡ് ടു എൻഡ് ആക്ഷൻ ഉണ്ട് അതിനകത്ത്, റൊമാൻസും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു ബ്ലെൻഡാണ് ഈ പടം. അത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു ഡ്രീമുണ്ട്, മമ്മൂക്കല്ലിൽ ലാലേട്ടൻ വെച്ചിട്ട് പടം ചെയ്യണമെന്ന്, എല്ലാവരെയും പോലെ, എല്ലാ ഫിലിം മേക്കേഴ്സിനെയും പോലെ. അപ്പോൾ ഇവർക്ക് പറ്റിയ അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തിയാൽ ഇവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തിരക്കഥയുണ്ട്. അതും സ്ക്രിപ്റ്റ് റെഡിയായോ? എല്ലാ സ്ക്രിപ്റ്റും റെഡിയാണ്, എല്ലാ ഫുള്ളി ഫിനിഷ്ഡ് സ്ക്രിപ്റ്റാണ് എല്ലാം. അവരെ മീറ്റ് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ കണ്ടു വളർന്നേക്കുന്ന നല്ല ആർട്ടിസ്റ്റുകളാണ്. ഇവരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു വലിയ നഷ്ടമായിരിക്കും അത്. അപ്പോൾ അവരിലേക്ക് എത്തി സംസാരിച്ച് ഒരു നല്ലൊരു പടം അവരായിട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ 1-2. അപ്പം ഇതും സ്റ്റാറുകളെ കണ്ടുകൊണ്ട് എഴുതിയ കഥകളൊന്നും അല്ല. ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്ന ശേഷം നമ്മൾ ഡിസ്കഷനിൽ ഇവർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിച്ച്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള. പിന്നെ ഒരു നാട്ടുംപുറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു KG ജോർജിൻ്റെ പഞ്ചവടി പാലത്തിൻ്റെയും യവനികയുടെയും ഇടയ്ക്ക് നിർത്താവുന്ന രസമുള്ള ഈ സോഷ്യൽ സട്ടയർ എന്ന് പറയില്ലേ, ആൾക്കാർ കുറച്ചൊന്ന് ട്രിക്ക് ചെയ്യുന്ന കോമിക്കലായിട്ടുള്ള സോഷ്യൽ സട്ടയർ സബ്ജക്റ്റ് ഒരെണ്ണം രസമുള്ളൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും വേറൊരു റൈറ്ററാണ്, ജയദേവൻ JD, ഭ്രമയുഗത്തിൻ്റെയും ഡയസറയുടെയും സൗണ്ട് ഡിസൈനർ JDയും ഗോഡ്ലി, 2 റൈറ്റേഴ്സ്. അപ്പോൾ ഇതുണ്ട്. പിന്നെ അനീസ്, എൻ്റെ ലൂക്കയിൽ ആർട്ടിൽ വർക്ക് ചെയ്ത 2 സുഹൃത്തുക്കൾ, അവരെഴുതിയൊരു തിരക്കഥയുണ്ട്. അതും രസകരമായിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു നാട്ടുംപുറത്തിൻ്റെ 26 നമുക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകൾ പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. വേറെ കുറേ ഫാക്ടേഴ്സിൻ്റെ സപ്പോർട്ട് കൂടിയേ സംഭവിക്കുള്ളൂ. അത് ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി, ഡേറ്റ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുക, ഇങ്ങനത്തെ കുറേ അധികം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്. പിന്നെ ക്ലൈമറ്റ്, ചില സിനിമകൾ ക്ലൈമറ്റിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് ആൻഡ് ഫീലിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഫുള്ളി സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് അല്ല. അപ്പം ഞാൻ വളരെയധികം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഇപ്പം ലുക്ക് എടുക്കുകയാണെങ്കിൽ മഴ എപ്പോഴും റെയിൻ യൂണിറ്റ് വെച്ചിട്ട് തന്നെ, 2 സിനിമകളിൽ റെയിൻ യൂണിറ്റ് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ 26 ധാരാളം സിനിമകൾ വരട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കണത്, പക്ഷെ ഇവരുടെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സത്യമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് കുറേ ടൈം പോയി എന്ന് തോന്നുന്നു.
ഓക്കെ, ഈ പറഞ്ഞ പോലെ മാരിവില്യൻ ഗോപുരങ്ങളുടെ സമയത്ത് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ മിണ്ടിയും പറഞ്ഞു, ഇനി അടുത്ത മൂവി വരുമ്പോഴേ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ ഇതുപോലെ. തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാമല്ലോ. മിണ്ടി പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.